ഫോട്ടോഷോപ്പിൻ്റെ ഒന്നും സഹായമില്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മൊബൈലിലോ ലാപ്ടോപ്പിലോ ക്യാൻവ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും എല്ലാം നമുക്ക് ക്യാൻവ. ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്പെഷ്യൽ ഡേയ്സിലേക്ക് വേണ്ട പോസ്റ്റേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഞാനിവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ സൈസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ ക്രിയേറ്റ് എ ഡിസൈൻ എന്നുള്ളത് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ തന്നെ കാണാൻ പറ്റും സോഷ്യൽ മീഡിയ എന്നുള്ളത്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഇതിൽ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് 2 കളർ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ബാക്ക്ഗ്രൗണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിൽ കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റിൽ നിങ്ങൾക്ക് കാണുന്നത് സിംഗിൾ കളർ വരുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണുള്ളത്. അതായത് സോളിഡ് കളേഴ്സ് എന്നുള്ള ഓപ്ഷൻ. ഇപ്പോൾ ഞാനിപ്പോൾ റെഡാണ് കൊടുത്തതെങ്കിൽ റെഡ് മാത്രമായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ വരിക, അങ്ങനെ ആയിരിക്കും. പക്ഷേ എനിക്ക് 2 കളർ മിക്സ് ആക്കിയിട്ട്, അതായത് റെഡും വൈറ്റും, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളർ കോമ്പിനേഷനാണോ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു കളർ ചൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ കളർ ഞാനിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ന്യൂ കളേഴ്സ് എന്നുള്ളടത്ത് പോവാം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ റെഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ റെഡാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. പിന്നെ വേറൊരു ചെറുതായിട്ടൊരു ലൈറ്റായിട്ടുള്ളൊരു കളറുണ്ട്, അത് നിങ്ങൾക്ക് ഈ സൈഡിലും കാണാൻ പറ്റും. അപ്പോൾ ഈ 2 കളർ ഞാൻ ചേഞ്ച് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ജസ്റ്റ് ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള കളറും കൂടെ മാറ്റി കൊടുക്കുകയാണ്. അത് ഞാനൊരു വൈറ്റിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് സൈഡിലേക്കാണ്. എനിക്ക് മുകളിലേക്ക് ഷെയ്ഡ് വരുന്ന രീതിയിലാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു കളറ് ഇപ്പം ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഇപ്പം വൈറ്റ് താഴെയും അതേപോലെ തന്നെ ഈ ഒരു കളർ മുകളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നേരെ ഇവിടെ നിന്ന് ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി. അതായത് ഈ വൈറ്റ് കളർ വരുന്നിടത്ത് നമുക്ക് ആ ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഡാർക്ക് കളറിലോടത്ത് എന്ത് ചെയ്യുക, വൈറ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും സെറ്റ് ചെയ്തു. ഇനി ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഞാൻ കുറച്ച് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് ക്രിസ്മസ് പോസ്റ്ററിന് ഈ ക്രിസ്മസിൻ്റെ ഒരു സൂചന നൽകണമെന്ന കുറച്ച് എലമെൻറ്റ്സുകൾ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എലമെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. എലമെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്രിസ്മസ് ബോൾസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ ഗ്രാഫിക്സ് ടൈപ്പ് ഉള്ളതാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇപ്പോൾ ഇതിലേക്ക് പോകുമ്പോഴൊക്കെ ഫോട്ടോസാണ് വരുന്നത്. നമുക്ക് ഫോട്ടോ ടൈപ്പ് അല്ല വേണ്ടത്, ഗ്രാഫിക്സ് ടൈപ്പാണ് വേണ്ടത്. ഗ്രാഫിക്സ് ടൈപ്പ് ആകുമ്പോൾ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും. മറ്റത് ബാക്ക്ഗ്രൗണ്ട് കൂടെ വരും. അപ്പോൾ ഞാനിതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ജസ്റ്റ് ചൂസ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അതിനുശേഷമുള്ളൊന്ന് സെലക്ട് ചെയ്യാണ്. ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിനൊന്ന് ജസ്റ്റ് സൈസ് ചെറുതാക്കിയിട്ട് ഞാൻ ഇതിനൊരു ചെറിയൊരു മോഡൽ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 2 എലമെൻറ്റ്സ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എലമെൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടൻറ്റാണ് ആഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻവയിൽ തന്നെ ഒരു പുതിയൊരു ഫീച്ചർ ഉണ്ട്. അത് ഞാൻ എന്താണെന്നുള്ളത് ജസ്റ്റ് എടുത്ത് തരുമ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് സൈഡിലേക്ക് വന്നാൽ കാണാം, ഇവിടെ ടൈപ്പ് ക്രാഫ്റ്റ് എന്നുള്ളത് കാണാൻ പറ്റും. ഈ ടൈപ്പ് ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ആപ്സിൽ പോവുക. ആപ്സിൽ പോയിട്ട് ഇവിടെ ടൈപ്പ് ക്രാഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ മുകളിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് എന്ത് ടെക്സ്റ്റ് ആണോ നിങ്ങൾക്ക് ഈ ടൈപ്പ് ക്രാഫ്റ്റിൽ വരേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞാനിവിടെ മേരി മാത്രം ടൈപ്പ് ചെയ്യാം. ഓക്കെ, മേരി ക്രിസ്മസ് എന്നാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന ഹെഡിങ്. അപ്പോൾ ഇതിൽ മേരി ഞാനൊരു ഫോണ്ട് സ്റ്റൈലും അതേപോലെ തന്നെ ക്രിസ്മസ് എന്നുള്ളത് വേറൊരു ഫോണ്ട് സ്റ്റൈലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഫോണ്ട് ഏതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എഡിറ്റ് ഷേപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, അതായത് ഇതിനെ കുറച്ച് സ്ട്രെച്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പം ഈ ഒരു ഫോണ്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്.
ഓക്കെ. ഇനി ഞാൻ ഇതിൻ്റെ കളർ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ബ്ലാക്കിലാണുള്ളത്, അപ്പോൾ അത് വൈറ്റിലേക്ക് ആക്കുകയാണ്. അതിന് വേണ്ടി ഇവിടെ കളർ എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ട കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ് എലമെൻറ്റ് ടു ഡിസൈൻ എന്നുള്ളത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു. ഓക്കെ, ഇനി ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി സെറ്റ് ചെയ്യാൻ പോകണം. നമ്മളുടെ പേജിൽ എനിക്കിതിൻ്റെ മാർജിൻ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഫയൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ഇവിടെ നിങ്ങൾക്ക് വ്യൂ സെറ്റിങ്സ് എന്നുള്ളതിൽ ഷോ മാർജിൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാർജിൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണില്ല, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ കണ്ടോ മാർജിൻ, അതുപോലെ മാർജിൻ നിങ്ങൾ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, ഇതൊന്ന് ജസ്റ്റ് വലുതാക്കിയിട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഈ ഒരു ഹെഡിങ്ങിൽ ചെറിയൊരു സൈസിൽ മാറ്റം വരുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഷേപ്പ് ചെറുതാക്കുകയാണ്. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അപ്ഡേറ്റ് എലമെൻറ്റ്സ് എന്നുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, എനിക്ക് ഇത്ര സൈസ് മതി. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് എന്നുള്ളതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി ജസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരു ആഡ് ടെക്സ്റ്റ് ബോക്സ് എടുക്കുക, എന്നിട്ട് ക്രിസ്മസ് എന്നുള്ളത് കോപ്പി ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഫോണ്ട് മാറ്റി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഏത് ഫോണ്ടാണോ വേണ്ടത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യം, ഇതിൻ്റെ കളർ, ഈ ക്രിസ്മസ് എന്നുള്ളതിൻ്റെ കളർ മാറ്റി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കളർ എടുക്കുക. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിൽ കുറച്ച് കണ്ടൻറ്റുകൾ കൂടെ ആഡ് ചെയ്യണം. അത് നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഏതാണോ ടെക്സ്റ്റ് ബോക്സ് വേണ്ടത് അതെടുത്തിട്ട് അതിന് എവിടെയാണോ വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മളുടെ പോസ്റ്റർ കംപ്ലീറ്റ് ആയി. ഫോട്ടോഷോപ്പിൻ്റെ ഒന്നും സഹായമില്ലാതെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മൊബൈലിലോ ലാപ്ടോപ്പിലോ ക്യാൻവ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് ക്യാൻവ യൂസ് ചെയ്യാം. ക്യാൻവ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ടൂളാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ക്യാൻവയിൽ ചെയ്യാൻ പറ്റും. ക്യാൻവയിൽ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നോക്കാൻ മാത്രമുണ്ട്. അപ്പോൾ ഞാൻ ക്യാൻവയെ പറ്റിയുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.